കെ ജി എഫിന്റെ ആ ഒരു ഇതൊന്നും പ്രതീക്ഷ വന്നിട്ട് കാര്യമില്ല. വിഷ്വൽസ് ഒക്കെ അടിപൊളിയാ, പക്ഷെ കഥ ഇതൊന്നും കെ ജി എഫിന്റെ എന്താ പറയാ, കെ ജി എഫിന്റെ അടുത്തെത്തില്ല. ഓവറോൾ ഒരു ഓവർ റേറ്റഡ് ആണ്, ഹൈപ്പ് ഉണ്ടായിരുന്നു. പക്ഷേ കാണുമ്പോൾ ഫസ്റ്റ് ഹാഫ് ഭയങ്കര ബോറിംഗ് ആയിരുന്നു. ശ്രുതിഹാസൻ ആക്ടിംഗ് എന്ന് പറയുകയാണെങ്കിൽ അത് തുടക്കത്തിൽ തന്നെ ഭയങ്കര ആവറേജ് ആയിരുന്നു. പിന്നെ സെക്കൻഡ് ഹാഫിലും കഥ പറഞ്ഞ ആ ഫ്ലോയിലും അങ്ങ് സിനിമ പോയിക്കൊണ്ടിരിക്കുമ്പം ഇടയ്ക്ക് വെയിറ്റ് എന്ന് പറഞ്ഞ് വരുമ്പം അത് ഭയങ്കര ബോറിംഗ് ആയിട്ടാണ് നമുക്ക് തോന്നിയത്. ഓവറോൾ ആക്ടിംഗ് വൈസ് പൃഥ്വിരാജ് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ പ്രഭാസിൻ്റെ ഫൈറ്റ് സീൻസൊക്കെ ഒരു രക്ഷയില്ല, കിടിലായിട്ട് തന്നെ അവർ ചെയ്തു. നല്ല സിനിമ ഓവറോൾ കൊള്ളാം. കൂട്ടുകാരൊക്കെ പറഞ്ഞ് യശൊക്കെ വരും, അതിൻ്റെ ഒരു ചെറിയ ദുഃഖം മാത്രമേ ഉള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. അങ്ങനെയും പറയാം, നല്ല ഫൈറ്റിനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് കട്ടായി പോകുന്നുണ്ടായിരുന്നു, ആ ഫ്ലോ അങ്ങ് കട്ടായിക്കൊണ്ടിരിക്കുകയായിരുന്നു. നല്ല സിനിമയായിരുന്നു, കൊള്ളായിരുന്നു. പിന്നെ സെക്കൻഡ് ഹാഫ് കൊള്ളായിരുന്നു. സെക്കൻഡ് ഹാഫ് ഫൈറ്റ് സീൻസ് കൊള്ളായിരുന്നു, കിടലായിരുന്നു. കൊള്ളത്തില്ല, സെക്കൻഡ് ഹാഫ് കൊള്ളായിരുന്നു. ആണല്ലോ വേണ്ടത്, അതുണ്ട്. ഫോണിൽ നമ്മൾ ടി വിയിലൊക്കെ കാണുന്ന അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് കിട്ടുന്നില്ല. പക്ഷേ തിയേറ്ററിൽ ആ പ്രശാന്ത് നീലിൻ്റെ ആ ഒരു മേക്കിംഗ് എല്ലാം കറക്റ്റായിട്ട് ഇട്ടിട്ടുണ്ട്. നമുക്ക് അതാണ് വേണ്ടത്, മെയിനായിട്ട് അത് ഇട്ടിട്ടുണ്ട്. അടുത്ത പാർട്ടിനോട് വെയിറ്റ് ചെയ്യുവാണ്. കെ ജി എഫ് എക്സ്പെക്ട് ചെയ്ത് വരണ്ട, സെക്കൻഡ് ഹാഫ് ആയിരിക്കും കുറച്ചും കൂടെ. പൃഥ്വിരാജും ഇയാൾ ഒരുമിച്ച് വരുന്ന സീനാണ്, പ്രഭാസൊക്കെ ഒരുമിച്ച് വരുന്ന സീൻ നെക്സ്റ്റ് ലെവലായിരുന്നു. ഇടയ്ക്കുള്ള ആ ഫൈറ്റ്, ആ വയലൻസ് പറഞ്ഞത്. പിന്നെ ശ്രുതിഹാസിൻ്റെ ഓവർ ആക്ടിങ് അത് കൊള്ളത്തില്ലായിരുന്നു, അല്ലാതെ ബാക്കിയുള്ള അടിപൊളി സിനിമ. ഓവറോൾ പടം ഒരു 6/10 റേറ്റ് ചെയ്യും ഞാൻ. പിന്നെ പൃഥ്വിരാജ് കൊള്ളാം, മാസ് മരിക, അത്ര തന്നെ. പറയാനൊന്നും ഇല്ല പ്രത്യേകിച്ച്. കാരണം എല്ലാവരും കെ ജി എഫ് പ്രതീക്ഷ കൊണ്ടാണ് വന്നത്. പക്ഷേ ഒരു ഇതിൽ പറയുന്ന ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെയും നമ്മൾ അധികാരത്തിൻ്റെയൊക്കെ ഒരു കഥയാണ് പറയുന്നത് സംഭവം. ഫസ്റ്റ് ഹാഫ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. സെക്കൻഡ് ഹാഫ് കുറച്ച് സ്ക്രിപ്റ്റിൽ കുറച്ച് ഫ്ലാറ്റ് പോലെ ഒരു ഫീൽ ചെയ്തു. ഇതിൽ യഥാർത്ഥത്തിൽ പറഞ്ഞാൽ നമ്മളെ രാജുവേട്ടനാണെങ്കിലും പ്രഭാസ് ആണെങ്കിലും അത്യാവശ്യം അവരുടെ കോമ്പോസൊക്കെ നല്ല രീതിക്ക് വർക്കൗട്ട് ആയിട്ടുണ്ട്. എനിക്ക് അങ്ങനത്തെ ഫീൽ ചെയ്തിട്ടുണ്ട്. വലിയ ബോറായിട്ടൊന്നും എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. പറഞ്ഞാൽ ഇടയ്ക്കുള്ള ഫ്ലാറ്റ്സ് ആണ് ചിലപ്പോൾ ആൾക്കാർക്ക് അത് ഇൻട്രസ്റ്റ് തോന്നിയത്. എനിക്ക് അങ്ങനത്തെ ഒരു അവസ്ഥ വന്നിട്ടുണ്ട് അതിൻ്റെ അകത്ത്. കാരണം എല്ലാവരും ആ ഒരു കെ ജി എഫിൻ്റെ ഐപ്പിൽ വന്നുകൊണ്ടുള്ള പ്രശ്നമായിരിക്കാം മിക്കവാറും. അവർക്ക് അത്ര ഒരു എനിക്ക് തോന്നുന്നത് എല്ലാം സെക്കൻഡിലായിരിക്കും മിക്കവാറും വരുന്നത്. അതങ്ങനെ ഇപ്പോൾ ആ ഒരു മൂഡിൽ തന്നെയാണ് സംഭവം പുള്ളിക്കാരൻ ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ അതിൽ പോകുമ്പോഴും പക്ഷേ ഇതിൽ കുറച്ച് വയലൻസ് ഹെവി ആയിട്ടുണ്ട്. പക്ഷേ പ്രഭാസിന് ഒരു മിനിമേ ഉള്ളൂ. ആ ഒരു യാഷിൻ്റെ ഒരു പെർഫോമൻസ് വൈസാണെങ്കിൽ നോക്കണമെങ്കിൽ പ്രഭാസിന് ഈ ഒരു ക്യാരക്ടർ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എല്ലാം ആ ഒരു ബാഹുബലി എഫക്റ്റില്ല പുള്ളിക്കാരൻ ഇപ്പോഴും നിൽക്കുന്ന ആയിട്ട് ഒരു ഫീൽ എനിക്ക് തോന്നിയിട്ടുള്ളത്. സലാറ് പടം കൊള്ളാം. ഫസ്റ്റ് ഹാഫ് എന്ന് പറഞ്ഞാൽ ക്യാരക്ടർ ബിൽഡ് ചെയ്തങ്ങനെ വരത്തേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ആദ്യം കുറച്ച് ബോറടിക്കും എന്തുവാന്ന് തോന്നുന്നു. കാരണം എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായമാണെങ്കിൽ നമ്മൾ ആ കെ ജി എഫിൻ്റെ ആ ഒരു വൈബ് തന്നെയാണ് കിട്ടുന്നത്. മേക്കിങ്ങും സംഭവം എല്ലാം അത്ര പഴയ കഥ അല്ലെങ്കിൽ പോലും. പിന്നെ സെക്കൻഡ് ഹാഫിൽ ഫുൾ ആക്ഷനാണ്, നമുക്ക് നല്ല എൻഗേജിങ് ആണ്. പിന്നെ മാസ് ഒരു ഇൻ്റർവെല്ലൊക്കെ ആകുമ്പോൾ ഭയങ്കര ഹെവി ഇൻ്റർവെല്ലാണ്, നല്ല മാസ് കൊടുത്തിട്ടുണ്ട് ക്യാരക്ടറിനെ. ഫസ്റ്റ് ഹാഫ് പറഞ്ഞില്ലേ, ക്യാരക്ടറിനെ ബിൽഡ് ചെയ്ത് വരത്തേ ഉള്ളൂ, കഥയിലോട്ട് വരുന്നേ ഉള്ളൂ, ബോറടിക്കും. സെക്കൻഡ് ഹാഫ് ആകുമ്പോൾ ഒരു രക്ഷയില്ല, പവർ പടമാണ്. പിന്നെ പൃഥ്വിരാജൊക്കെ ക്ലൈമാക്സ് ഒക്കെ ആകുമ്പോൾ പൃഥ്വിരാജ് ഒരു രക്ഷയില്ല. പ്രഭാസ് ഫുൾ മൂവിയിൽ കൊള്ളാം. എനിക്ക് നായികയെ മാത്രമാണ് ബോധിക്കാത്തത്, അതൊഴിച്ച് മൂവി മൊത്തം കൊള്ളാം. നായിക മാത്രം ഇച്ചിരി ബാക്ക്വേർഡായിട്ട് തോന്നി, വേണ്ടായിരുന്നു. ആവശ്യമില്ലാത്തൊരു കാസ്റ്റ്. സത്യം പറഞ്ഞാൽ നായിക കുഴപ്പമില്ല, തുടക്കത്തിൽ നായികയ്ക്ക് റോളുണ്ട് കുറച്ച്, പക്ഷേ അതിനേക്കാളും നല്ലൊരു ക്യാരക്ടറിനെ കൊണ്ടുവരാം. നല്ലൊരു അഭിനയമൊന്നും കൊള്ളത്തില്ല. ഡയലോഗ് ഡെലിവറിയൊക്കെ ഭയങ്കര, നമ്മൾ എല്ലാവരും ഓഡിയൻസൊക്കെ ഇരുന്ന് ചിരിക്കുമായിരുന്നു ഡയലോഗ് ഡെലിവറിയൊക്കെ കേട്ടിട്ട്. അങ്ങനെ വേറെ സീനൊന്നുമില്ല, പടം കൊള്ളാം. ജി എഫ് ആയിട്ട് കമ്പയർ ചെയ്യരുത് രണ്ടും. ഞാൻ പറഞ്ഞില്ലേ, എല്ലാം കാണുമ്പോൾ നമുക്ക് ഒരേ മേക്കിംഗ് പോലെ തോന്നി. ടീസർ കാണുമ്പോൾ തന്നെ നമുക്ക് അങ്ങനെയാണ് തോന്നുന്നത്. പക്ഷേ എനിക്ക് പേഴ്സണലി കെ ജി എഫ് കുറച്ചുകൂടെ പവർ പടമായിട്ട് തോന്നി. ആ ഒരു ലെവൽ വന്നിട്ടില്ല. എനിക്ക് തോന്നുന്നു സെക്കൻഡ് പാർട്ട് വരില്ല. ഈ പടത്തിൻ്റെ സെക്കൻഡ് പാർട്ട് വരുമ്പം സംഭവം സെറ്റ് ആവുമായിരിക്കും. കഥയിലോട്ട് ഇപ്പോൾ വരുന്നേ ഉള്ളൂ. ക്ലൈമാക്സ് നല്ല രീതിയിൽ കൊണ്ട് എൻഡ് ചെയ്തിട്ടുണ്ട്. സെക്കൻഡ് പാർട്ട് കൊള്ളായിരിക്കും.